അപ്പോ എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വലിയൊരു പ്രസ്ഥാനം ചെയ്യുന്ന പ്രശോഭനെ അഭിനന്ദിക്കുകയാണ്. ആം, കാരണം എന്താന്ന് വെച്ചാല് ഈ ഒരു സംഭവം എന്നോട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞ ഒരു നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിന്റെ സാങ്കേതികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കടമ്പകളും കടന്നിട്ട് ആണ് പ്രശോഭ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ അതിന്റെ അതിന്റെ ഒരു സ്റ്റേജിൽ ഇപ്പോ നിങ്ങളോട് സംസാരിക്കാനായിട്ട് സംവദിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ടേണിംഗ് പോയിന്റ്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോ ആഹ് നമ്മളിപ്പോ ഒരു വടവൃക്ഷം കാണുകയാണ്. വടവൃക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് വലിയ വൃക്ഷം, പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു വൃക്ഷം. വൃക്ഷത്തിന്റെ ചുവട്ടില് എല്ലാവരും തണല് ആസ്വദിക്കുന്നുണ്ട്. അതിനെ കണ്ടിട്ട് അതിന്റെ വണ്ണം ഭയങ്കര വണ്ണമാണ്. ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് കാണാത്ത ഒരു ഭാഗമുണ്ട്. അതതിന്റെ താഴ്വേരുകളാണ്. എത്രത്തോളം മേലേക്കുണ്ടോ അത്ര തന്നെ താഴേക്ക് വേരുകളുണ്ട്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മള് ഫേമസ് ആയിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള പല ആളുകളെയും നമ്മൾ കാണുമ്പോൾ അവരാ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് അറിയുന്നത്. അലക്സ് പോൾ എന്നുള്ള ഞാൻ പോലും ഞാനൊരു സിനിമ മ്യൂസിക് ഡയറക്ടർ ആയതിനു ശേഷമാണ് ആൾക്കാർ അറിയുന്നത്. അപ്പൊ അതുവരെയുള്ള രീതിയിലല്ല പിന്നെ എന്നെ കാണുന്നത്. അതിനു മുമ്പുള്ള അലക്സ് പോളും അത് തന്നെയാണ്. പക്ഷെ ആ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ആ രീതിയിൽ അപ്പോ അറിയാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞു വന്നത് അത്രത്തോളം കഷ്ടപ്പാടുകളിലൂടെയാണ് വരുന്നത്. ഇതിന്റെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ ചുരുക്കി പറയുകയാണെങ്കിൽ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ സത്യത്തില് നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് വളരെ കഠിനം തന്നെയാണ്. പക്ഷെ ഈ പ്രതിസന്ധികൾ ശരിക്കും നമുക്ക് തരുന്നത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ പ്രകൃതി നമുക്ക് തരുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യുമ്പോഴാണ് നമുക്ക് ശക്തി ഉണ്ടാവുള്ളൂ. നമ്മളൊരു ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒരു എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിൽ പോയി ചേർന്ന് കഴിഞ്ഞാല് ജിമ്പിലും അതൊക്കെ എടുത്തിട്ട് കൊണ്ട് അതിനുള്ള എക്സർസൈസ് ചെയ്യും. കഷ്ടപ്പെട്ടൊക്കെ ചെയ്യും. ചെയ്യണതിന് മസിൽസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കുകയാണ്. ഇത് ഫീസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ. ഒരു ഫീസും ഇല്ല. ഈശ്വരൻ തരികയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ തരികയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് എനിക്ക് തോന്നണില്ല ഒരാളും തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോ എന്റെ ദൈവമേ ബാക്കിയുള്ള ഒരാള് എനിക്ക് ഇന്ന് നിറയെ പ്രതിസന്ധികൾ തരണേ, പ്രശ്നങ്ങൾ തരണേ എന്ന് ഒരാളും പ്രാർത്ഥിക്കുന്ന തോന്നണല്ലോ. എല്ലാം പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഇന്നത്തെ ദിവസം മനോഹരമാക്കണമേ, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു നല്ലൊരു വിദ്യാർത്ഥി ടീച്ചറിനോട് എന്ത് പറയും? എനിക്ക് ഇന്ന് ഒരുപാട് പഠിക്കാനുള്ള പാഠങ്ങൾ തന്നെ എന്നേ പറയുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഒന്നും തരല്ലേ എന്ന് പറയില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ലെവലിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് ചിന്തിക്കുമ്പോ തന്നെ അത് ഒരാള് ഉണ്ടാവുന്ന ഒന്നല്ല. ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഒരാളും തന്നെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. എന്ന് പ്രശ്നങ്ങൾ വേണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. അപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളെ ഒരു വലിയൊരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു കാഴ്ചയാണ് നോക്കേണ്ടത്. ഒരു ഉൾക്കാഴ്ച ഉണ്ടാവും. ആ ഒരു ഉൾക്കാഴ്ച ആണ് പല ആളുകളെ എവിടെയെങ്കിലും എത്തിക്കുന്നത്. ഇപ്പൊ എന്റെ ജീവിതം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മ്യൂസിക് ഫാമിലിയിലേക്കാണ് ജനിച്ചത്. അത് ശരിയാണ്. പക്ഷെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് സിനിമ ഇതിലെത്തിയത്. അപ്പോ ആ സിനിമയിൽ എത്തുന്നത് വരെയും അവഹേളനങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഗീതത്തിന്റെ സംഭവങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ കൂടുതൽ പരിചയപ്പെടാത്തതുകൊണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആളുകളാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടിട്ട് നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്നതിൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. സംഗീതത്തിന്റെ മേഖലയിൽ ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ടിട്ട് എന്റെ ഒരു സംഗീതം ആരംഭിക്കുന്നത് 3-ാമത്തെ വയസ്സില് ഒരു ചർച്ചില് വായിച്ചുകൊണ്ടിട്ടാണ്. ബോങ്കസ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് വായിച്ചുകൊണ്ടാണ് എന്റെ തുടക്കം കുറിക്കുന്നത്. അപ്പോ പിന്നീട് പള്ളികളിലൊക്കെ നമ്മൾ കൊയർ വായിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് വരുമാനം കിട്ടി തുടങ്ങി. വരുമാനം കിട്ടുന്ന വരുമാനമൊക്കെ കിട്ടി കുഴപ്പമില്ലാത്തതിന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അവിടുത്തെ ഒരു ഗ്രൂപ്പ് എല്ലാവരും കൂടി എന്ത് ചെയ്യാന്ന് വെച്ചാല് എന്നെ പുകച്ച് അടിച്ച പോലെ അവിടുന്ന് ചാടിക്കാണ്. ഞാൻ ശരിക്കും അവരോടെല്ലാം വൈരാഗ്യമാണ് എനിക്കുണ്ടാവുന്നത്. അന്നത്തെ എനിക്ക് വലിയ ഇങ്ങനെ ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ടായിരിക്കാം എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ കരുതി ഞാൻ അതിനെ വേറൊന്നും ചിന്തിച്ചില്ല. ഞാൻ അടുത്ത സ്ഥലം നോക്കിപ്പോയി. അടുത്ത സ്ഥലം എന്തായിരുന്നു? കലാഭവനിലെ ഗാനമേള ടീമായിരുന്നു. കലാഭവനിലെ ജൂനിയർ കുട്ടികളുടെ ഒരു ഗാനമേള ടീം ഉണ്ടാക്കുന്ന സമയമായിരുന്നു. അങ്ങനെ കലാഭവൻ ഗാനമേള ടീമിൽ ഞാൻ ചേർന്നു. നേരെ മറിച്ച് ഞാൻ ആ പള്ളിയിൽ തന്നെ അവരെന്നെ പുകച്ച് അടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ ചെല്ലില്ലായിരുന്നു. ഈ കലാഭവനിലെ ആബേലച്ചൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്.
കലാപം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. കലാപം മണി മുതൽ ഒരുപാട് ആളുകൾ കലാപത്തിലൂടെ വന്നിട്ടുള്ള സ്ഥാപനമാണ്. അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്. ആളുകൾ എനിക്ക് നേരെ കല്ലുകൾ എറിഞ്ഞു. ഞാൻ ആ കല്ലുകൾ പെറുക്കി കലാപം നിർമ്മിച്ചു. പുള്ളി പറയാറുണ്ട്. അപ്പോ കലാമിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ടതാണ്. അവിടെ നിന്ന് തന്നെ പോയി ചാടിച്ചുകൊണ്ടതാണ്. അപ്പൊ നിങ്ങൾ ഒരു ഗൗരവമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് പിന്നീട് നിങ്ങൾ എത്തിച്ചേരുന്ന സമയത്ത് ഈ വീട്ടിൽ കിട്ടുന്ന മാതാപിതാക്കളുടെ ഇപ്പൊ പ്രോത്സാഹനങ്ങളും അതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടാവണമെന്നില്ല. എല്ലാം എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഔട്ടാക്കിയിട്ട് അവൻ അതിൽ കയറാനുള്ള സംഭവങ്ങൾ നിങ്ങൾ വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ ഇതിലൂടെയാണ് ഓരോരുത്തരും വരുന്നതെന്ന് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ കലാമല് വരുന്നു. കലാമല് വന്നു കഴിഞ്ഞപ്പോ അവിടെയും ചില പ്രതിസന്ധികളുണ്ടായി. ഞാൻ സമയക്കുറവ് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഉണ്ടായിട്ട് അവിടുന്ന് എനിക്ക് പോകേണ്ട ഒരു അവസ്ഥ വരെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ അടുത്തൊരു ഇതിലേക്ക് വരികയാണ്. അതെന്തായിരുന്നു? അതായത് സ്വന്തമായിട്ടൊരു ഗാനമേള ടീം ഉണ്ടാവും. അവിടെ വിചാരിച്ച പോലെ എനിക്ക് ശോഭിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീതമുണ്ട്. അത് മിക്കവാറും മെലഡിയുള്ള സംഗീതം എല്ലാമാണ്. അപ്പൊ ജനങ്ങളെല്ലാവരെയും മെലഡിയിലൂടെ വളർത്താന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ആ ഗാനമേളയ്ക്ക് വേണ്ട അടിപൊളി പാട്ടുകളാണ്. അപ്പൊ ഞാനവിടെ പരാജയമാണ് ശരിക്കും ഉണ്ടായത്. പക്ഷെ ഞാൻ പരാജയമായിട്ട് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ കരുതിയത് എന്താന്ന് വെച്ചാല് അത് അവിടെ ഞാൻ അവർക്ക് വേണ്ടിയുള്ള അല്ല. അതല്ലാണ്ട് കുറേം കൂടി കൂടുതൽ ആളുകളിലേക്ക് വരേണ്ടതാണെന്നുള്ള ചിന്ത ഉണ്ടാവും. അങ്ങനെയാണ് സിനിമ എന്നുള്ള ചിന്തയിലേക്ക് വരുന്നത്. അതായത് എല്ലാത്തരം ആളുകളും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ക്വാളിറ്റിയുള്ള വർക്കുകളും അതുപോലെ മ്യൂസിക്കിന്റെ അരുണ എല്ലാം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ പിന്നീട് ഞാൻ സിനിമയിലേക്ക് വരുന്നു. അത് തന്നെ സിനിമയിൽ ഞാൻ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഞാൻ എന്റെ 17ാമത്തെ വയസ്സ് മുതൽ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. എനിക്ക് കിട്ടിയത് എപ്പോഴാന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് 1 മാസം പോലും ആയില്ല. ആ സമയത്താണ് ജോൺസേട്ടൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിന്റെ അസിസ്റ്റന്റായിട്ട് എനിക്ക് അവിടെ നിന്ന് ഒരു കോള് വരികയാണ്. കല്യാണം കഴിഞ്ഞ് 1 മാസം പോലും ആയില്ല. അത്രയും നാള് ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സ്ട്രഗിളിംഗ് എന്ന് എനിക്ക് സ്ട്രഗിളിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആ സ്ട്രഗിളിംഗ് ഒക്കെ ഭയങ്കര രസകരമായിട്ട് എടുത്തിരിക്കുന്നത്. ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങള് ഞാൻ അതിൽ നിന്ന് അടുത്തൊരു ഉയർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടക്ക് പറയട്ടെ, ഞാനൊരു പബ്ലിസിറ്റി ഒരു ടീമില് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് വിഷമം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 4 പേര് ചേർന്ന ഒരു പബ്ലിസിറ്റി കമ്പനി. അവര് പല വഴിക്കൊക്കെ നോക്കിയിട്ട് ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. അങ്ങനെ വന്നപ്പോ എന്റെ അടുത്ത് വരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ പുകച്ച് കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. അവര് വരുന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു ഐഡിയ പറയാം. ഞാൻ പറഞ്ഞ പോലെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാന്ന് പറയും. അങ്ങനെ നമ്മളുടെ സിനിമകളിൽ ആദ്യമായിട്ട് ഈ ഇൻഡോർ സമയത്ത് പണ്ടുള്ള സ്ലൈഡ് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഇടുന്നൊരു പദ്ധതിയുണ്ട്. ഇപ്പൊ ആ സമയത്ത് വീഡിയോ ആണ് വരുന്നത്. അന്ന് അത് ഉണ്ടായിരുന്നില്ല. ആ ആ സ്ഥലത്ത് നമ്മുടെ ഒരു ജിങ്കിള് ഓരോ പാട്ടുകൾ ചെറിയ പാട്ടുകൾ വെച്ചിട്ട് പരസ്യ പാട്ടുകളാണ് വെച്ചിട്ടൊരു സംഭവം ചെയ്യാന്ന് പറയാം. അതാരും ചെയ്യാത്തൊരു പരിപാടിയാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്ത് അവര് എല്ലാ തിയേറ്ററും ആ ഇന്റർവൽ ടൈം വാടകയ്ക്ക് എടുക്കുകയാണ്. അത് വല്ലാത്ത രീതിയിലാണ് വിജയിക്കുന്നത്. വിജയിച്ചു കഴിഞ്ഞിട്ട് നിറയെ വർക്കുകളെ അവർക്ക് പിന്നെ ദുബായില് യുഎസില് അങ്ങനെ പല സ്ഥലത്തും ബ്രാഞ്ചുകളെല്ലാം പല വീഡിയോ പരസ്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. നല്ല സംഭവമായി കഴിഞ്ഞപ്പോ എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു മാനേജറുടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. ആ മാനേജർ നന്നായിട്ട് മ്യൂസിക് ചെയ്യാൻ കഴിവുള്ള ആളും കൂടിയായിരുന്നു. അവൻ അവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യായിരുന്നു. പക്ഷെ അവൻ ഒരു സുപ്രഭാതത്തിൽ അവന്റെ സ്വാർത്ഥത കൊണ്ടിട്ട് അവൻ അവരോട് കണ്ട് പറഞ്ഞു, അലക്സ് ഫോണിന് കൊടുക്കുന്ന വലിയ എമൗണ്ട് അല്ലേ, അത്രയൊന്നും വേണ്ട, എനിക്ക് 2000 രൂപ സാലറി തന്നെയാണ്, ഞാൻ 1 മാസം വർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോ അവര് തന്നെ അവന് 1500 സാലറി ഉള്ളവൻ 2000 രൂപ ആക്കിയിട്ട് എന്റെ അടുത്ത് മിണ്ടാണ്ടിരുന്നു. ഞാനാണ് അവരെ ഉയർത്തിക്കൊണ്ടുവന്നെന്നുള്ള ശരിയാണ്. പക്ഷെ അവര് തന്നെ ആ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ പോയിച്ച് അടിച്ച പോലെ തന്നെ അവരെന്ത് ചെയ്തു, അയാളെ വെച്ചിട്ട് വർക്ക് തുടങ്ങി. അപ്പൊ ഞാനിത് അറിയുന്നില്ല. ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം ഒരു വിളിക്കുന്നില്ല. ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു, ഇപ്പൊ വർക്കൊന്നും വരുന്നില്ല അലക്സ് സാർ എന്ന് പറയും. അപ്പൊ ഞാൻ സത്യമാണെന്ന് കരുതി. ഒരുപക്ഷെ ആ പ്രായത്തിൽ ഒരു സത്യമല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ ദേഷ്യം ഉണ്ടായാൽ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ സാധ്യത വന്നു കഴിഞ്ഞാൽ പോലും അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കണം. ഞാനത് തിരിച്ചറിഞ്ഞു പിന്നീട്. അപ്പൊ ഞാൻ തന്നെ എനിക്ക് മുന്നോട്ട് പോകണമല്ലോ. ഞാൻ തന്നെ ഇപ്പൊ കൂടുതൽ സിനിമയിലേക്കാണ് വരാൻ തുടങ്ങി. കമ്പോസിംഗ് ആണ് എന്റെ ഫീൽഡ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് സാധാരണ ഇതില് മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും തന്നെ ഒരു ദിവസം ഒരു പാട്ടൊക്കെയാണ് കമ്പോസ് ചെയ്യാൻ പറ്റാറുള്ളൂ. എനിക്കറിയാവുന്നതാണ്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ആദ്യം കഷ്ടപ്പെട്ടാണ് ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു പാട്ട് ചെയ്യണം. അത് കൂട്ടി 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 വന്ന് ഫൈനലി ഒരു ദിവസം 20 പാട്ട് വരെ ഞാൻ കമ്പോസ് ചെയ്യായിരുന്നു.
ഇപ്പൊ ഞാൻ വിദ്യാർത്ഥികളോടാണ്ട് പറയുന്നതാണ്, ഞാനൊരു ചാനലിൽ ഒന്നിലും ഞാനത് പറഞ്ഞിട്ടില്ല. 20 പാട്ടുകൾ കമ്പോസ് ചെയ്യണ ലെവലിൽ. അതിന് പ്രചോദനം എന്താന്ന് വെച്ചാൽ 4-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ കേട്ട ഒരു പാഠഭാഗം ഉണ്ട്. അതാണ് എനിക്ക് പ്രചോദനമായത്. അതായത് ഉം കുറെ കുന്നിക്കുരു ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ പറയാണ്, ഇത് 150 കുന്നിക്കുരു ഉണ്ട്. കുന്നിക്കുരു നിങ്ങൾ അറിയുമെന്നാണ് വിചാരിക്കുന്നത്. ചുമന്ന കളറുള്ള ചെറിയ കായകളാണ്. അതിങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് അയാൾ എത്രയാണ് അയാളിങ്ങനെ പിടിച്ചുകൊണ്ട് പറയാൻ പറ്റും. അപ്പൊ കുട്ടികളൊക്കെ അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ പറഞ്ഞു വെച്ചപ്പോ അയാള് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയ കഴിവാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ആള് കുറച്ച് കുന്നിക്കുരു 4 കുന്നിക്കുരു ഒക്കെ എടുത്തിട്ട് കൈ പിടിച്ചിട്ട് അതിന്റെ അളവ് കണ്ടത്. അങ്ങനെ മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് ഒരു പിടുത്തത്തിൽ തന്നെ എത്രയാണെന്ന് മനസ്സിലാക്കുന്ന ലെവലിലേക്ക് അയാൾ എത്തി. അപ്പൊ എനിക്കത് അതൊക്കെ ഭയങ്കര പ്രചോദനമായിരുന്നു. പറയുമ്പോ എല്ലാവരും വെറുതെ ക്ലാസ് റൂമിൽ അങ്ങോട്ട് ശ്രദ്ധിക്കാണ്ട് പോയ പാഠഭാഗങ്ങൾ പോലും എനിക്കത് ലൈഫിൽ ഭയങ്കര ഇതായിട്ട് വന്നു. അങ്ങനെ ഞാനൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. 20ഓളം പാട്ടുകൾ കമ്പോസ് ചെയ്യും. ആ സമയത്ത് ഒരു രസകരമായുള്ള കാര്യം എന്താന്ന് വെച്ചാല്, അതും ആരാണെന്ന് പറയാനില്ല. വലിയൊരു ആള്, ഒരു ഡയറക്ടർ എന്റെ അടുത്ത് വന്നിട്ട് അത്ഭുതം പോലെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇളയരാജ ഒരു ദിവസം ഒരു പാട്ട് കമ്പോസിങ്ങും എല്ലാം ചെയ്തിട്ട് പാട്ട് ഇറക്കുമെന്ന് പറയുന്നു. ഒരു ദിവസം ഒരു പാട്ട്. അത് ഭയങ്കര അത്ഭുതം പോലെ പറഞ്ഞു. ഭയങ്കര ബുദ്ധിജീവിയാണെന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ചെറുത് തന്നെയാണ് ട്ടോ. ഞാൻ ആർക്കും പറഞ്ഞതല്ല. പാട്ടുകൾ കൂടുതൽ നമ്പർ ചെയ്യുന്നതല്ല കഴിവ്. അത് വേറൊരു കാര്യം. അപ്പൊ ഞാൻ ഉള്ളിൽ ഞാൻ വിചാരിച്ചു, എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം വന്നു. എന്താണ്, എനിക്ക് 20 പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അയാളോടൊപ്പം പറഞ്ഞില്ല. എനിക്ക് വേണമെങ്കിൽ പറയാം. അതൊക്കെ എന്ത്, ഞാൻ ഒരു ദിവസം 20 പാട്ട് കമ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അയാൾ എന്നെ കളിയാക്കും. ആ സമയത്ത് പറയാനുള്ളതല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഏതെങ്കിലും സമയത്ത് പറയാനുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. അതിപ്പോ ആദ്യമായിട്ട് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിലാണ് ഇത് പറയുന്നത്. ചിലപ്പോ അതിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ക്ലാസ് ഇങ്ങനെ വെച്ചത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മനസ്സിലായോ? അതായത് പറയേണ്ട സമയത്താണ് പറയേണ്ടത്. നമ്മള് ഭയങ്കര സംഭവം ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ്. അത് പറയേണ്ട കാര്യമില്ല. എല്ലാം നമ്മൾ അവഹേളിക്കട്ടെ. പിന്നെ ഒരു മണ്ടനാണെന്നോ അതൊക്കെ പറയട്ടെ. അതൊക്കെ നമുക്ക് സന്തോഷമായിട്ട് എടുക്കണം. കാരണം എന്താന്ന് വെച്ചാല് വലിയ വലിയ ആൾക്കാർ അങ്ങനെ തന്നെയായിരുന്നു. നിനക്കറിയാവുന്നതല്ലേ, വലിയൊരു സയന്റിസ്റ്റ് ഉണ്ടല്ലോ, ആരാണ് പ്രശോഭൻ, അതായത് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു വിട്ടത്, ഇപ്പൊ കൊള്ളൂല എന്ന് പറഞ്ഞുകൊണ്ട്, പഠിക്കാൻ പറ്റൂല മോശമാണെന്ന് അമ്മനെ വരുത്തിയിട്ട് അമ്മയടുത്ത് പറയാണ്, ഇവനെ നമ്മുടെ സ്കൂളിൽ പലരുടെയും നാണിച്ചതാന്ന് അതെ. പറയും. എന്തോ എന്തോ പലരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഫോർ ആ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐൻസ്റ്റീന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഐൻസ്റ്റീന്റെ ലൈഫിൽ, ഐൻസ്റ്റീനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഐൻസ്റ്റീന്റെ ഇതില് അങ്ങനെ ഉണ്ടാവുന്നു. അമ്മ എന്ത് ചെയ്യാന്നറിയാം, അമ്മ ഒരു നോണ. അമ്മ എന്ത് പറഞ്ഞു, ഇവനോട് പറഞ്ഞു, എടാ മോനെ എന്താണ് പറഞ്ഞു വിടുകയെന്ന് വെച്ചാൽ, ഇല്ല നിന്നെ പറഞ്ഞു വിടുന്നതല്ല, നിന്റെ ബുദ്ധി കാരണം ഭയങ്കര ബുദ്ധിയാണ് നിനക്ക്, അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവുന്നു, അതുകൊണ്ട് നിന്നെ വേറെ സ്കൂളിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. പുള്ളി അത് എപ്പോഴാണ് അറിയണമെന്ന് വെച്ചാൽ പുള്ളി വലുതായി, ഒരുപാട് വലുതായി, ലോ പ്രൊഫഷനായി. ആ സമയത്ത് പഴയ പെട്ടികളൊക്കെ നോക്കി നോക്കി വന്നു കഴിഞ്ഞപ്പോ അവിടുന്ന് കോളേജിൽ നിന്ന് വിട്ട് ലെറ്റർ കാണുകയാണ്. അതിൽ എഴുതിയിരിക്കുകയാണ്. അത് വായിച്ചപ്പോഴാണ് അന്ന് പറഞ്ഞ നോണ മനസ്സിലായത്. അപ്പൊ ഞാൻ നോണയൊന്നും അല്ല പറഞ്ഞത്, ഞാൻ സത്യം പറയാണ്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചില സമയത്ത് നമ്മൾ സത്യം പറയരുത്. എന്താന്ന് വെച്ചാല് നമ്മൾ ത്രില്ലായിട്ട് എടുക്കണം. നമുക്ക് ആത്മവിശ്വാസം കൂടിയല്ലോ, ആരും അറിയിക്കേണ്ട കാര്യമില്ല, നമ്മൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരൊക്കെ വന്നിട്ടുള്ളതെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ എനിക്കിപ്പോ 64 വയസ്സായി കേട്ടോ. നിങ്ങളുടെ അപ്പൂപ്പന്റെ ഒക്കെ പ്രായമുണ്ട് എനിക്കിപ്പോ. അപ്പൊ ഈ 64 വയസ്സിനിടയ്ക്ക് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താന്ന് വെച്ചാല്, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നമ്മളെ തളർത്താനല്ല, ഉയർത്താൻ തന്നെയാണ്. യാതൊരു സംശയമില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായി. പിന്നെ അതുപോലെ തന്നെ വേറെ സംഭവമുണ്ട്. എന്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും നമ്മള് അതിയായി ആഗ്രഹിച്ചുകൊണ്ടിട്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി വേറെ ഒന്നും ചിന്തിക്കരുത്. ആഗ്രഹിച്ചുകൊണ്ടിട്ട്, അതായത് ചിലപ്പോ ഇത് ആയില്ലെങ്കിലും കിട്ടിയില്ലെങ്കിലോ ഒന്നും വിചാരിക്കാണ്ട് തന്നെ 100% ഇൻവോൾവ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാല് ഫൈനലി നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. യാതൊരു സംശയമില്ല. അത് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം. പക്ഷെ ഒരു ചെറിയൊരു സംഭവം ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത്, ആ കാരണം എന്താ വെച്ചാൽ ഞാൻ പല സ്കൂളുകളിലും ഒരു എന്റെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞപ്പോ അറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളോട് നിങ്ങൾ എന്താണ് ആകാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെല്ലാരും ചെറിയ ചെറിയ ആഗ്രഹങ്ങളാ പറയാം. അത് തന്നെ അതിശയിച്ചിട്ടുണ്ട്. അവർക്ക് അങ്ങനെ പേടിയാണ് പറയാനായിട്ട്. അവരെ ഉള്ളിലുണ്ടാവും ചിലപ്പോ, അവന്റെ ഉള്ളിലുണ്ടാവും അവനൊരു സയന്റിസ്റ്റ് ആണെന്ന് ആഗ്രഹം ഉണ്ടാവും. അവര് പറയൂല. മാക്സിമം പോയാലും ഡോക്ടർ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളെ പറയുള്ളൂ. എന്താ വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണല്ലോ, മറ്റുള്ള കുട്ടികൾ കളിയാക്കൂല എന്നൊക്കെ വിചാരിക്കും. ഞാൻ പറയണത് ഇതൊന്നും ആരോടും പറയണ്ട കേട്ടോ, പറയാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഉള്ളില് തീക്ഷ്ണമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം നേരത്തെ തന്നെ ഉണ്ടാക്കണം. പലപ്പോഴും ഞാൻ കണ്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +2 കഴിയുമ്പോ പിള്ളേര് വന്ന് തന്നെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനിക്കുന്നത് കൂട്ടുകാരോട് ചോദിച്ചിട്ടാണ്.
എടാ ഞാൻ എന്താടാ പഠിക്കേണ്ടത്, അല്ലെ അമ്മയുടെ അടുത്ത് അപ്പൻ്റെ അടുത്ത് ചോദിച്ചു എന്താടാ പഠിക്കേണ്ടത്. അപ്പൊ ഒരു സിനിമയിൽ പറഞ്ഞത് നീയൊക്കെ എന്തിനാണ് പഠിക്കണത്, പഠിച്ചത് എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. 12 വർഷം നമ്മള് LKG UKG കുട്ടിയാണ് 12ഉം 2ഉം 14 വർഷം പഠിച്ചിട്ടും നമ്മള് എന്തിലേക്കാണ് പോകേണ്ടത്, എവിടെയാണ് എത്തിച്ചേരേണ്ടത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കഷ്ടമല്ലേ. അപ്പൊ എത്രയും വേഗം നമ്മൾ എന്താണ് ആകേണ്ടതെന്ന് ആഗ്രഹിക്കുന്നു അത്രയും പെട്ടെന്ന് നമ്മൾ ആകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വിത്ത് കഴിഞ്ഞാൽ അത് മുളയ്ക്കുക തന്നെ ചെയ്യും. അതിന്റെ സമയം വേണമല്ലോ. അപ്പൊ എത്രയും വേഗം നമ്മൾ ആ വിത്ത് പാകണം. വിത്ത് പാകല് മാത്രമല്ല അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പതുക്കെ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം. അതിനൊക്കെ എന്തൊക്കെ വേണം. പിന്നെ അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് മാക്സിമം ഒന്നാമനാകണം. പ്രധാനപ്പെട്ടാണ്. ഞങ്ങളുടെ സിനിമയിൽ എന്നോടൊപ്പം അസിസ്റ്റന്റ് ചെയ്യുന്ന പിള്ളേരോട് എല്ലാം പറയുന്ന കാര്യമാണ്. സിനിമയിൽ ഒരിക്കലും രണ്ടാമന് ഒരു സാധ്യതയില്ല. ഒരു മ്യൂസിക് ഡയറക്ടറെ വിളിക്കുമ്പോൾ മലയാളത്തിൽ ഏറ്റവും ടോപ്പ് ആരാണ് അയാളെ വിളിക്കൂ. ഒരു ഡയറക്ടർ വിളിക്കുമ്പോൾ ഏറ്റവും ടോപ്പ് അയാളെ വിളിക്കൂ. മറ്റുള്ളവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒന്നാമനാകുക എന്നുള്ള ഒരു എന്റെ പ്രയത്നം. അപ്പൊ ചോദിക്കുക എല്ലാവർക്കും ഒന്നാമനാകാൻ പറ്റുമോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ആകും. കാരണം എന്താ വെച്ചാല് നമ്മൾ ചിന്തിക്കുക നമ്മുടെ കൈരേഖകള് എല്ലാവരും വ്യത്യസ്തമാണ്. അറിയാമല്ലോ നിങ്ങൾക്ക്. കൈ ഒപ്പ് ഇടുന്നതിന് വരെ നമ്മുടെ കൈരേഖകൾ ഇങ്ങനെ വെക്കാറുണ്ട്. എല്ലാം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നമുക്കൊരു വ്യത്യസ്തമായിട്ടൊരു മേഖല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആരും ഇല്ലാത്ത നമ്മളുടെ ആയിട്ടുള്ളൊരു സംഭവത്തിൽ എത്താൻ പറ്റും. അതിന്റെ സബ് ഡിവിഷൻ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തോരം മേഖലകളുണ്ട്. അപ്പൊ ഏറ്റവും നമുക്ക് പറ്റുന്ന സാധനം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിയായിട്ട് അതിൽ തന്നെ വർക്ക് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു തലം ഉണ്ടാക്കാൻ പറ്റുന്നത്. സംഗീതത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ആയിട്ടുള്ള തലം ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് എന്റെ ഗാനഭൂഷണം മ്യൂസിക്കൽ അക്കാദമി എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കമ്പോസിംഗ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയം എന്ന് പറഞ്ഞത് 20 പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്ന പറഞ്ഞ സമയത്ത് എന്നിൽ കൂടുതലായിട്ട് പഠിച്ചു വരുത്തനാണ് അവൻ. വന്നിട്ട് എന്റെ അടുത്ത് എന്ന് പറയാം. അവന്നല്ല പലരും പറഞ്ഞിട്ടുണ്ട്, എടാ നീ എന്താണ് നിന്റെ പാട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, നീ ഇളയരാജനെ പോലെ ചെയ്യടാ, അന്ന് ഇളയരാജ ടോപ്പ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും, ഞാൻ അലക്സ് വാളിനെ പോലെ അല്ല എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു നടനാണെന്ന് വിചാരിക്കും, അയാൾ മോഹൻലാലിനെ പോലെ അഭിനയിച്ചിട്ടെന്താ കാര്യം, നമ്മുടെ ആയിട്ടൊരു രീതിയുണ്ട് നമുക്ക്, അതിന് ആർക്കും അനുകരിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാം പറയുമ്പോൾ സംഗീതം തന്നെയല്ലേ. അപ്പൊ നമ്മുടെ ആളുടെ തലം ഉണ്ടാക്കിയാണ്. സംഗീതത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ എന്റെ ആളുടെ തലം ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താ ഗുണം, നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഒരു കഥയും കൂടി ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാന്ന് വിചാരിക്കുന്നു. പണ്ട് ഒരു മൃദംഗം പക്വാജ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ട്. പക്വാജ് എന്ന് പറയുന്നത് മൃദംഗം പോലെ ഇരിക്കണം. മൃദംഗം എല്ലാവരും കണ്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ വായിക്കുന്നു. അപ്പൊ 2 കൈ കൊണ്ട് വായിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വായിക്കുന്നു. നമ്മുടെ സൗകര്യം ചെയ്യാത്തതുകൊണ്ടല്ലേ എന്റെ വീഡിയോ കാണിച്ചത്. എല്ലാവരും അറിയാമെന്നാണ് വിചാരിക്കുന്നത് മൃദംഗം. അത് തന്നെ നമ്മളുടെ പണ്ടുണ്ടായിരുന്ന സംഗീതം, അതിന് മുമ്പ് ഉണ്ടായിരുന്ന സംഗീതമാണ് പക്വാജ്. ഈ പക്വാജിൽ വിദഗ്ധനുണ്ടായിരുന്നു. അന്നെല്ലാം ഈ കലാകാരന്മാര് ജീവിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും നന്നായിട്ട് വായിക്കുന്ന ആളെ രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് അവിടെ വായിപ്പിച്ചു കഴിഞ്ഞാല് സ്വർണ്ണ നാണയങ്ങളും അത് ഏറ്റവും അംഗീകാരം കിട്ടും, ഒരുപാട് പൈസയും കിട്ടും. അതുകൊണ്ട് ഒരു വർഷമൊക്കെ ജീവിക്കാൻ പറ്റും. പിന്നെ ഇയാള് തന്നെയാണ് സൂപ്പറെങ്കിൽ അയാൾ പിന്നെയും വിളിക്കും. അയാൾ താഴെ പോയി അടുത്ത ആളെ വിളിക്കുള്ളൂ. അങ്ങനെ ഇയാള് എല്ലാ വർഷവും ഇയാള് തന്നെ വിദഗ്ധനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ചെറിയൊരു പയ്യൻ അസാധ്യമായിട്ട് വായിച്ച് അവൻ കൊട്ടാരത്തിൽ അവന് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പേരായ. അങ്ങനെ വന്നപ്പോ ഇയാളുടെ പരിപാടി കൂട്ടി. എന്താ വെച്ചാല് പക്വാജിൽ ഇയാളെ സുപ്രീമൻ ആയിപ്പോയി. അപ്പോ പുള്ളി മാനസികമായിട്ട് ഭയങ്കര വിഷമം വന്നപ്പോ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഇയാളുടെ കയ്യില് ദേഷ്യം വന്നിട്ട് ഇയാളിലെ കോടാലി വെച്ചിട്ട് ഈ പക്വാജിനെ ഒറ്റ വെട്ടിക്കഴിഞ്ഞ് പക്വാജ് 2ആയിട്ട് അങ്ങോട്ട് തെറിച്ചു. 2 കഷ്ണമായിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് ഇയാളിങ്ങനെ വിഷമിച്ച് കിടക്കുന്ന സമയത്ത് എന്തോ ഈ സ്നേഹമുള്ള ഇത്ര നാള് അദ്ദേഹത്തിന്റെ പക്വാജായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിങ്ങ് ഉരുണ്ട് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇയാൾ അടുത്ത് തന്നെ ഈ സാധനം വന്നു. അപ്പൊ ഇയാൾക്കൊരു അത്ഭുതം തോന്നി. ഇയാൾ 2ലും ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോ ഇതുപോലും കേൾക്കാത്തൊരു ഫീല്. 2ആയി കഴിഞ്ഞപ്പോ വേറൊരു ഫീല് ശബ്ദത്തിന്. അങ്ങനെയാണ് തബല എന്നുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ടാവുന്നത്. ഒരു പുതിയൊരു സംഭവം ഉണ്ടാവുകയാണ്, സംഗീതപൂർണ്ണം ഉണ്ടാവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഒപ്പം തന്നെ മത്സരിക്കുന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആയിട്ടുള്ള പുതിയ സാധനം നമ്മൾ കണ്ടെത്തി കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൽ ഏറ്റവും ടോപ്പായി മാറി. അതിനാർക്കും ജയിക്കാൻ പറ്റൂല. നമ്മൾ ഏറ്റവും വലിയ ആളായി മാറും. അത് മാത്രമല്ല ഒരു പുതിയൊരു ഒരു സംഗീതപൂർണ്ണം ഉണ്ടായ പോലെ തന്നെ നിങ്ങൾ ഏതാണ് കൈകാര്യം ചെയ്യുക അതിൽ പുതിയൊരു ശാഖ ഉണ്ടായി വരികയാണ്. അങ്ങനെ തന്നെയാണ് പലതും ഉണ്ടായിട്ടുള്ളത്. സയൻസ് വികസിക്കുക എന്ന് പറയുന്നതിന്റെ
ഒരു കാര്യത്തിൽ തന്നെ വികസിക്കുന്നുണ്ട്. അതിന്റെ സബ് ഡിവിഷനായിട്ട് ഇങ്ങനെ ആള് പോകും. ഇത് എത്രയാണെന്നുള്ള കണക്കൊന്നുമില്ല. ചെറിയ ചെറിയ സംഭവത്തിലേക്ക് ആറ്റത്തിനെ പറ്റി മാത്രം പഠിക്കാൻ പറ്റും. കോശത്തിനെ പറ്റി മാത്രം പഠിക്കാൻ പറ്റും. അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ടോ അവസാനം ചെന്നെത്തുന്ന എന്താണ്? അവിടുത്തെ വൈബ്രേഷൻസ് മാത്രമാണ്. അതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. അല്ലേ? അങ്ങനെ വൈവിധ്യമായുള്ള സംഭവത്തിലേക്ക് നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ടെത്താൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വലിയ ആളുകളാകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. പുനർജന്മം സംഭവം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോളൂ. പക്ഷെ നമുക്ക് അറിയില്ല അത്. നമ്മൾ ആരും അങ്ങനെ തിരിച്ചു വന്ന് കണ്ടിട്ടില്ല. ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ അടിച്ച് പൊളിച്ച് നമ്മള് വലിയൊരു സംഭവമാണ്. ഒന്നാമനാകണം. രണ്ടാമനായിട്ട് കാര്യമില്ല. അതെങ്ങനെയാണ്? ഒന്നാമന്മാർ കുറെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഇല്ല. നമ്മുടെ ആയിട്ടുള്ള ഒരു തലം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് മെയിൻ ആയിട്ടുള്ള റൂട്ട് ഒന്ന് തന്നെ ആയിരിക്കുള്ളൂ. ഇപ്പൊ നമ്മള് കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ ആദ്യം പഠിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം. പിന്നെ അതിന്റെ സബ് ഡിവിഷൻ ആയിട്ട് ഇങ്ങനെ പോയി നമ്മൾ പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ബേസിക് പഠിച്ചാൽ അടുത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഏതാണോ ചെയ്യണം അതിലെന്തിലും നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്നാമനാവാം. അങ്ങനെ ഒന്നാമനായാലും മാത്രമാണ് ലോകത്തിന് ഗുണവും. അല്ലെങ്കിൽ ഒരു കാര്യമില്ല. അവർക്ക് മാത്രമാണ് ലോകത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ മൊബൈൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ സോഫ്റ്റ്വെയറും ഇതെല്ലാം ഉണ്ടാക്കിയത് എത്ര ആളുകളുടെ പരിശ്രമങ്ങളാണ്. അല്ലേ? അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യാൻ പറ്റിയത്. ഞാൻ വേറെ സ്ഥലത്തിരിക്കുന്നു. ഒരു 50 വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ് കിട്ടൂലായിരുന്നു. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്ന് വിചാരിക്കണം. നടക്കില്ല. എന്നെ തന്നെ പലരും കാണാൻ വയ്യ. ഇപ്പൊ അത് ഈസി ആയില്ലേ? നമ്മുടെ വിരൽ തുമ്പിലായില്ലേ? അപ്പൊ ആ ഒരു സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടാണ് പ്രക്ഷോഭം ചെയ്യുന്നത്. അതൊരു വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ അത് മാത്രമല്ല, പ്രക്ഷോഭിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എന്റെ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രക്ഷോഭ് വളരെ എന്താ പറയുന്ന ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ മഹത്വത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം കൂട്ടിയേർന്നുകൊണ്ടുണ്ട്. ഇനിയും നിങ്ങളോടൊപ്പം വേറെ ആരെങ്കിലും പിള്ളേരെ അവരെല്ലാവരും വിളിച്ചു വരുത്തണം. അവര് വന്നു കഴിഞ്ഞാൽ ഞങ്ങള് ഒന്നും ആവണ്ട അങ്ങനെ വിചാരിക്കരുത്. അവരെയും കൊണ്ടുവരണം. ഞാൻ ഒരുപാട് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്റെ ഫീൽഡിൽ. പുതിയ പുതിയ ആളുകളൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാം കൊണ്ടുവരാറുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഉണ്ട്, അതിലേക്ക് പോയി നോക്കി അറിയാൻ പറ്റും. എന്റെ കേരളത്തിൽ നമ്മൾ ഒരുപാട് ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ മാറി തന്നെ നിൽക്കുകയാണ്. എന്റെ ആയിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചത്. ഞാൻ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നവരെ വിദ്യാർത്ഥിയാണ് ഞാൻ. അങ്ങനെ തന്നെ ആയിരിക്കണം ഓരോരുത്തരും. എല്ലാവരും മരിക്കുന്നവരെ വിദ്യാർത്ഥികളാകുക. നമ്മള് ലോകത്തിന് വേണ്ടി നമുക്ക് എന്തോരം കാര്യങ്ങൾ നമുക്ക് തന്നു. ഈ പല മനുഷ്യർ എന്തോരം കഷ്ടപ്പെട്ട് തന്നു. നമ്മുടെ ആയിട്ടുള്ള ഒരു സംഭാവന ഇവിടെ ഒരു കയ്യൊപ്പ് ഇട്ടിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. എന്താണെങ്കിലും അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. കഴിയാണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. അതിനുള്ള ഉഗ്രനായുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നമുക്കുണ്ടായി. അതും എല്ലാം ഭാഗ്യമാണ്. അതിനെ ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ള വേദി ഉണ്ടായാലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൂടുതൽ ആളുകളെ, കുട്ടികളെ ഇതിലേക്ക് വരുത്താനായിട്ട് ശ്രമിക്കണം. ഈ കൂട്ടായ്മ വലുതായിട്ട് ലോകമെമ്പാടും പ്രചരിച്ചു കൊണ്ടിട്ട് ഇത് ലോകത്തിലെ ഒരു സംഭവമായിട്ട് മാറ്റിയെടുക്കണം. എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരണം. ജാപ്പാനിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിലും, ഇന്ത്യയിൽ നിന്ന് പുറത്തല്ല, അതർ ലാംഗ്വേജിലെ ആൾക്കാരൊക്കെ വരണം. ഇപ്പോഴത്തെ പുതിയ ഇതനുസരിച്ചിട്ട് ഞാനിങ്ങനെ മലയാളം പറയുമ്പോൾ അത് ഇംഗ്ലീഷായിട്ട് അവർക്ക് കേൾക്കാവുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ. അതിലൂടെ നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും. അതിനുള്ള സാധ്യതകളുണ്ട്. ലാംഗ്വേജ് ഒന്നും പ്രശ്നമൊന്നുമല്ല. അങ്ങനെ നമുക്ക് കണ്ടെത്തണം. കുറേയും കൂടി ടെക്നോളജിയുടെ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്യാനായിട്ട് പ്രക്ഷോഭിനെ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരും അകമറിഞ്ഞ സഹകരണം വേണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് തൽക്കാലം നിർത്തട്ടെ. സമയമല്ലോ അല്ലേ? 42 തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. ഇല്ല, സമയം കഴിഞ്ഞിട്ടില്ല. ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതെ, കുട്ടികളെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, കാരണം മ്യൂസിക്കിന്റെ മേഖലയില് ഇത്രയും വലിയ അച്ചീവ്മെന്റ്സ് എത്തി നിൽക്കുന്ന സിനിമാ മേഖലയിൽ ഒരു പക്ഷേ ഇപ്പൊ അതിനകത്ത് ഇത്രയും കുട്ടികൾ മ്യൂസിക് മേഖലയിലായിരിക്കണമെന്നില്ല. അതല്ലാതെ എന്തെങ്കിലും എന്റെ ജീവിത അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ചോദിക്കും. എനിക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരാം, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. ചോദിക്കാം. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. കാരണം ഇങ്ങനെയുള്ള അവസരം നമുക്ക് വല്ലപ്പോഴേ കിട്ടുള്ളൂ. അതിഥി ജാൻവി, ജാൻവി
അലക്സ് പോൾ സാറിനോട് എന്താ ചോദിക്കാനുള്ള ജാൻവിക്ക്? സാർ എങ്ങനെയാണ് ഈ സ്ട്രഗിൾസിനൊക്കെ ഓവർകം ചെയ്തത്? എന്റെ ജീവിതത്തിൽ ഓക്കെ, നല്ല നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞത് അതിലുണ്ട്, സംഭവങ്ങളുണ്ട്. അതായത് പോസിറ്റീവ് ചിന്ത എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതെന്തോ ഭാഗ്യം കൂടിയാണ്. ഞാനിപ്പോ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവർ എക്സ്ട്രാ ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് എന്ത് ദൈവ സഹായം പോലെ എന്ത് സംഭവത്തിനും അതൊരു നല്ലതിനാണെന്നുള്ള ചിന്ത വരുമായിരുന്നു. അതായത് ഒരു സംഭവം ഉണ്ടാവുന്നു, എന്താണ് പറയുന്നത്, ഇപ്പൊ ഒരു ബസ് കിട്ടിയില്ലെന്ന് വിചാരിക്കും, ബസ് സ്റ്റോപ്പിലേക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. ബസ് കിട്ടിയില്ല, അപ്പോഴായിരിക്കും ഒരു കാറ് ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ നമ്മള് ഒരു ഫാമിലി അവർ വന്നു കഴിഞ്ഞിട്ട് കയറി പോകുന്നു. അപ്പൊ അവരായിട്ട് പരിചയപ്പെടുന്നു, പുതിയൊരു ബന്ധം ഉണ്ടാകുന്നു, അങ്ങനെ പല കാര്യങ്ങൾ, അങ്ങനെ അനവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് ചുരുക്കി ഞാൻ പറഞ്ഞാണ്. ഈ പോസിറ്റീവായിട്ട് കാണുക, എന്ത് സംഭവത്തിനും പോസിറ്റീവായിട്ട് കാണുക. വേറെ എക്സാമ്പിൾ കൂടി പറയാം. നമ്മളുടെ മുമ്പിൽ ഒരു വൃത്തിയായിട്ട് എടുത്തിനെ കണ്ടെന്ന് വിചാരിക്കും, നമ്മളവിടെ സന്തോഷിക്കണം. എന്താണെന്നറിയാമോ? അതായത് അവനെപ്പോലെ നമ്മളായില്ലല്ലോ. അതാണ് ചിന്തിക്കേണ്ടത്. ഞാൻ എന്റെ മക്കളോട് എല്ലാവരോടും പറയുന്ന കാര്യമാണ്. അവര് വന്നിട്ട് വലിയ കാര്യം പോലെ പുള്ളിയുടെ സ്വഭാവം ശരിയല്ല കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളവരോട് കൂട്ടുകൂടാനൊന്നും പോകുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോ ഈശ്വര, നമ്മൾ അപ്പൊ തന്നെ നന്ദി വേണം ദൈവത്തിനോട്. ഞാൻ അതുപോലെ ആയില്ലല്ലോ, അല്ലെ? എനിക്ക് നിങ്ങളോട് കുഞ്ഞുമക്കളോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാല്, ഞാനിപ്പോ പറഞ്ഞു നിങ്ങൾ വലിയ ആളുകളാണോ എന്ന് പറഞ്ഞു. പക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്താകാനാണെന്ന് വെച്ച് കഴിഞ്ഞാല് സയന്റിസ്റ്റ് ആയാലും ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും ഒന്നുമല്ല, നല്ല മനുഷ്യനാകാനാണ്. അത് ഇമ്മണി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകൾ പെർഫെക്റ്റ് ആണ്. ചിന്തകൾ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? ചില ആളുകളെ പറ്റി പറയാം നല്ല മനുഷ്യണ്ടാന്ന് പറയും. ഇപ്പൊ ഞാൻ തന്നെ പറയാം, നിങ്ങൾ അലക്സ് പോൾ സാർ നല്ല മനുഷ്യനാണെന്ന് പറയും. പക്ഷെ സത്യത്തില് നമ്മൾ അറിയണ എങ്ങനെയാണ്? ഒരാളുടെ സ്വഭാവം കണ്ടിട്ടാണ്, അയാളുടെ പെരുമാറ്റം കണ്ടിട്ടാണ്. ഈ പെരുമാറ്റമല്ല ശരിക്കും ഒരാളുടെ സ്വഭാവം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അയാളുടെ ഉള്ളിൽ വരുന്ന ആദ്യത്തെ ചിന്തയാണ് ശരിക്കും അയാളുടെ സ്വഭാവം. അത് അയാൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എക്സാമ്പിള് കുട്ടികളെ വേണ്ടി ഞാൻ പറയാം. ഒരു തുമ്പിനെ കിട്ടി, തുമ്പി. അപ്പൊ ഒരു കൊച്ചിന് തോന്നിയാണ് അതിനൊരു കല്ല് വെച്ചിട്ട് ഇങ്ങനെ അതിനെ ഭാരം എടുപ്പിക്കാന്ന് തോന്നി. വേറെ കൊച്ചു അത് കണ്ടിട്ട് ഇരുന്ന് കരയാണ്. എന്താണ് കാണിക്കണേ? എനിക്ക് ഒരു വിഷമം വരണം. അപ്പൊ രണ്ട് സ്വഭാവങ്ങളാണ് അത്. കുട്ടികളാകുമ്പോ അത് സത്യസന്ധമായിട്ട് കാണിക്കും, അതെ, അല്ലെങ്കിൽ കള്ളത്തിനൊന്നുമില്ല. രണ്ട് സ്വഭാവങ്ങളാണ്. അപ്പൊ ചിലപ്പോ നമുക്ക് ആദ്യത്തെ ഇതെന്ന് വെച്ചാല് ചിന്ത നമുക്ക് എന്തായാലും കല്ല് വെച്ച് ഇങ്ങനെ എടുക്കണമെന്നായിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭയങ്കരമായുള്ള ഞാൻ ആ പക്ഷിയാണ്, ആ കിളിയ, ആ പ്രാണിയാണെന്നുള്ള ചിന്തിക്കുന്ന ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ അന്യന നമ്മളായിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ എന്ത് പറ്റും? നമുക്ക് അപ്പൊ വേദന എടുക്കാൻ തോന്നും, വരും. അപ്പൊ നമ്മളത് ചെയ്യാണ്ടാവും. പതുക്കെ 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 നമ്മള് നന്മയിലേക്കും നല്ലയിലേക്കും വരും. എല്ലാവരും നന്നായി ലോക സമസ്ത സുഖിന പോകുന്നു എന്നുള്ള ഇതില്ലേ, അത് ഉഗ്രനായിട്ടുള്ള ഒരു പ്രയറാണ്. എല്ലാവരും സമാധാനം, ശാന്തിയും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ആരും നമ്മളുടെ വന്നു കഴിഞ്ഞാലും, ശത്രുക്കളും ആര് വന്നു കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, എന്നെ വളർത്താൻ വേണ്ടിയാണെന്നുള്ള ചിന്ത മനസ്സിൽ ഉറപ്പിക്കുക. എന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇനി ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ നമ്മള് കളിയാക്കിയെന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, നിങ്ങൾ രക്ഷപ്പെടും. അത് അഭിലച്ചൻ പറഞ്ഞ പോലെ എന്റെ നേരെ വന്ന കല്ലുകൾ വെച്ചിട്ട് അദ്ദേഹം കലാപനം ഉണ്ടാക്കി എന്ന് പറഞ്ഞത് ഉയർന്നു വന്ന എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ അത് തന്നെ. അല്ലാതെ നമ്മൾ ആരെയും കളിയാക്കിയെന്നോ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലെന്നോ അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിലേക്ക് ഒന്നും പോകരുത്. എല്ലാ സംഭവത്തിൽ നിന്ന് കൊണ്ടിട്ട് നമുക്കിപ്പോ ഒരു മൊബൈലിലല്ലേ നമുക്ക് സാധിക്കും. ഇപ്പൊ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. എനിക്കറിയില്ല പക്ഷെ എങ്ങനെ ലാഭകരമാക്കുന്നുണ്ടോ. നിസ്സാര ഫീസാണ്. ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നതിന് വലിയ കാര്യമാണ്. അപ്പൊ അതിനെ മാക്സിമം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് ചെയ്യുക. മോൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മോളെ താങ്ക് യു സർ. ഓക്കെ മോളെ. മോളുടെ പേരെന്താണ്? സർ ജാൻവി. മോള് ചിത്രം വരക്കുന്ന കുട്ടിയല്ലേ? പടം വരക്കാറുണ്ടോ? ചെറുതായിട്ട്. പറ, ഇനി ആരാണുള്ളത്? ചോദ്യം ആർക്കാ ചോദിക്കാൻ? സാർ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പം അത് ഹിറ്റ് ആകും എന്നുള്ള കോൺഫിഡൻസോടെയാണോ എഴുതുന്നത്? ഓർ അത് എഴുതിയിട്ട് ഹിറ്റ് ആകും എന്നുള്ള കോൺഫിഡൻസ് ആണ് ഹിറ്റ് ആയതാണോ?
അതില്ലേ, അതിന്റെ കാരണമെന്ന് വെച്ചാലില്ലേ, ഞാൻ ഓരോ പരിപാടിക്ക് പോകുമ്പം എനിക്കൊരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. മനസ്സിലായി മനസ്സിലായി. അതായത് ഞാൻ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം കൂടിയാണ്. ഞാൻ ഈ വക കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. അതായത് നിങ്ങളുടെ മുന്നിലെ ഒരു വാളംപുളി കണ്ടിട്ടുണ്ടോ? വാളംപുളി എന്നല്ലെങ്കിൽ പറയുന്നത് പുളി, അതെ. ആ അതിങ്ങനെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരാൾ ചപ്പി കഴിഞ്ഞാൽ നിങ്ങളുടെ വായില് ഉമിനീര് വരില്ലേ? വരുമല്ലോ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അപ്പോ എന്ന് പറഞ്ഞ പോലെ തന്നെ പാട്ട് കമ്പോസ് ചെയ്യാനിരിക്കുമ്പോ ഒരു ഡയറക്ടർ എന്റെ അടുത്ത് കഥ പറയാണ്, ഇതാണ് സിറ്റുവേഷൻ. ഇപ്പൊ എന്റെ ഗൽബില് എന്നുള്ള പാട്ടാണെന്ന് വിചാരിക്കും. അയാൾ പറയാണ് ഇതാണ് സിറ്റുവേഷൻ, ഇയാൾ പ്രണയിക്കുന്ന പെണ്ണിന്റെ ആ എഴുതിയ ലെറ്റർ ഇയാൾ എടുത്തിട്ട് അത് വെച്ചിട്ട് പാട്ട് കമ്പോസ് ചെയ്തിട്ട് പാടുന്ന സംഭവമാണെന്ന് പറയുമ്പോ തന്നെ എന്റെ മനസ്സിൽ അതിങ്ങാട് അറിയാണ്ട് ട്യൂൺ വരെയാണ്. ഞാൻ അതിനോട് ശ്രമിച്ചിട്ടില്ല, ഈസി ആയിട്ട് വരികയാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്ത് വരുമ്പോ നമ്മള്, അതായത് അതിനെപ്പറ്റി പറയണത്, നിങ്ങൾക്കത് യോഗി എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഞാനൊരു മനസ്സിലാക്കിയ കാര്യമുണ്ട്. ഞാൻ വളരെ ചെറിയ പ്രായത്തില് ഈ യോഗീശ്വരന്മാരെന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ ഓരോ കാര്യത്തിലും നമ്മൾ യോഗികളായി മാറാൻ പറ്റും. സയന്റിസ്റ്റുകളൊക്കെ യോഗികളാണെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം നിരന്തരമായിട്ട് അതിലിങ്ങനെ ചിന്തിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം ഈസിയാവും. ഈ നെയ്ത്തുകാരെ കണ്ടിട്ടുണ്ടോ? അവർ എത്ര ഫാസ്റ്റാണ് ഇങ്ങനെ നെയ്യണത്. അതിനിടയ്ക്ക് എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യും അല്ലെ? നമുക്ക് ചിന്തിക്കാൻ പറ്റും, അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നതാണ്. പിന്നെ മുകളിലെ ടെൻഷൻ മാറാനായിട്ട് ഒരു മരുന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പറയണോ, അറിയണോ? തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും സർ. ഓക്കെ അവളെ കാണുന്നില്ല സാറില്ല. അതായത് ടെൻഷൻ മാറാനുള്ള അതെ, ഒരു ഗ്ലാസ്, ഈ ഗ്ലാസ്സില് നിറച്ച് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്, നിറച്ചു വെച്ചെന്ന് വിചാരിക്കും. പിന്നെ നിറച്ചു വെച്ച് കഴിഞ്ഞാല് പിന്നെ അതിലൊക്കെ ഒന്നും ഇടാൻ പറ്റൂല, നിറഞ്ഞിരിക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞൊരു ഗ്ലാസ് ആയിട്ട് സങ്കല്പിക്കുക. മനസ്സിന്റെ ഉള്ളില് നിങ്ങളുടെ ചിന്തകള്, ഈ പേടി എന്നുള്ള ചിന്തയില്ലേ, ആ ചിന്ത കൊണ്ട് നിറച്ചു വെക്കുമ്പോഴാണ് അത് വരുന്നത്. അപ്പൊ ഈ പേടി മാറാനായിട്ട് എന്താ വേണ്ടത്? നമ്മള് ത്രില്ല് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കാം. അതായത് അതിനുവേണ്ടി ഡേറ്റിന് വേണ്ടി ഇന്ന ദിവസമാണ് എന്റെ മത്സരം, പാടാനുള്ള ദിവസം, അതിനുവേണ്ടി ത്രില്ല് ഉണ്ടാക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇതൊരു സാധകമാണ്, അതായത് പെട്ടെന്ന് കിട്ടൂല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ടൊരു മനുഷ്യൻ പറഞ്ഞു, മരിക്കാതിരിക്കാനുള്ള ഒരു മരുന്ന് തരികയാണെങ്കിൽ ഞാൻ എത്ര കോടി വേണമെങ്കിലും തരാന്നൊരു വലിയൊരു മഹാവൈദ്യന്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ മഹാവൈദ്യര് പറഞ്ഞു, തീർച്ചയായിട്ടും തരാം, മരുന്ന് തരാന്ന്. ഉണ്ടോ? പിന്നെ ഉണ്ട്. അങ്ങനെ എന്റെ എല്ലാ സ്വത്തും തരാം ചെയ്യാൻ പറ്റും. പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ തരാന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളി ഒരു ചെറിയൊരു പഥ്യം ഉണ്ടെന്ന്, ആ പഥ്യം അതൊക്കെ ഞാൻ ചെയ്തോളാം, എന്ത് വേണമെങ്കിലും പഥ്യം ചെയ്യും, എത്രയേ ഉള്ളൂ. അത് ഈ മരുന്ന് കഴിക്കണ സമയത്ത് കറുത്ത കുരങ്ങന മനസ്സിൽ കാണാൻ പാടില്ല. കരിങ്കുരങ്ങില്ലേ, അതിനെ കാണരുത്, കഴിക്കണ സമയത്ത് അതിനെ ഓർക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് ചിരി വന്നു. അയാൾ വിചാരിച്ചത് 10 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കണം എന്നൊക്കെയാണ്. ഒരു സിമ്പിളായുള്ള കാര്യമല്ലേ. അതൊക്കെ നോക്കിയാൽ വേണ്ടി പുള്ളി അത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം എടുക്കുകയാണ്. മരുന്ന് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോ തന്നെ കരിക്കുരങ്ങ് മുമ്പിൽ വരും, മനസ്സിൽ വരും. മനസ്സിലായ? പേടി അതുപോലെ തന്നെയാണ്. ആദ്യം അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ? എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പേടിയില്ല, സാവധാനം. അത് മാത്രമല്ല ത്രില്ലും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു ക്ലാസ് തന്നെയാണ്, ഒറ്റ ഇതിൽ പറയാൻ പറ്റൂല. എങ്കിലും ചെറിയൊരു ക്ലൂ തന്നെ പോലെ ഞാൻ പറയുകയാണ്. മനസ്സിൽ പേടിയല്ല നിറച്ചു വെക്കേണ്ടത്, മറ്റുള്ള കാര്യങ്ങളാണ്. അതിന് സിമ്പിളായിട്ട് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? പാട്ട് പാടാനോ പോണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സാമിനേഷൻ ആണ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുക. അതല്ലാണ്ട് തോറ്റു പോകാന്നുള്ള, ജയിക്കുക, അതൊന്നും നമ്മൾ നോക്കേണ്ടത്. റിസൾട്ടിനെ പറ്റി ചിന്തിക്കാണ്ടിരിക്കുക. ഞാൻ പെർഫോം ചെയ്യാണ്, ഞാൻ ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാട്ട് പാടുന്ന എന്തിനാണ്? പ്രൈസ് ഒന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ സന്തോഷിക്കാനാണെന്നുള്ളൊരു സങ്കല്പം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിമ്പിളാണ്. പലവരും വലിയ യേശുദാസ് എന്റെ അടുത്ത് പറഞ്ഞിട്ടാണ്, കച്ചേരിക്ക് ഇത് പാടില്ലേ, ഗാനങ്ങളൊക്കെ പാടില്ലേ, റെക്കോർഡിങ്ങിന് ഒരു പ്രശ്നമില്ല, ഗാനങ്ങളൊക്കെ പാടുമ്പോ യേശുദാസിന് ഒരു പേടി വരും. എന്നുവെച്ചാൽ എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാല് ഗാനഗന്ധർവന് തെറ്റിയെന്ന് പറഞ്ഞ നാണക്കേടല്ലേ? മനസ്സിലായ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ആ പേടി എന്ന് പറഞ്ഞാൽ ജനിക്കും പോലെ തന്നെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? ആ ഗ്ലാസ്സിൽ വേറെ സാധനങ്ങൾ നടക്കണ പോലെ നല്ല വേറൊരു കാര്യങ്ങള് ചിന്ത കൊണ്ടുവരിക. സിമ്പിൾ ആയിട്ട് എടുക്കുക അതിനാ.
ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയ പാട്ട് പാടാം. എനിക്ക് പ്രൈസ് ഒന്നും വേണ്ട എന്നുള്ള ചിന്തിക്കാം. പ്രൈസ് കിട്ടിയാൽ കൊള്ളാം. പ്രൈസ് കിട്ടിയാൽ അധികം സന്തോഷിക്കാനും പാടില്ല. അധികം സന്തോഷിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ചിന്തിക്കുക, പ്രൈസ് കിട്ടാതെ പിള്ളേർക്ക് ഭക്ഷണം ഉണ്ടാവില്ല. അതും ചിന്തിക്കുക. അങ്ങനെയും കൂടിയൊക്കെ ചിന്തിക്കണം. അതായത് അങ്ങനെയുള്ളവരൊക്കെ ലോകം അറിയും. ഒരു സ്പോർട്സിന് ഒളിമ്പിക്കിലാണെന്നാണ് എന്റെ അറിവ്. രണ്ടൊരു ഫ്രണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുടെ കാലം തുളുങ്ങി. അയാളാണ് ഫ്രണ്ടിൽ എത്തേണ്ടത്. അപ്പൊ കാലുങ്ങിട്ട് അയാൾ വീണുപോയി. രണ്ടാമത് വരുന്ന ആൾക്ക് അയാൾക്ക് ഫസ്റ്റ് കിട്ടിയാണ്. അയാൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇയാൾ ജയിക്കേണ്ടത് തന്നെയാണല്ലോ. അയാളെ പിടിച്ച് കൊണ്ടുപോയിട്ട് അയാൾക്ക് ഫസ്റ്റ് കൊടുക്കുന്ന ഇതിൽ അയക്കണം. അങ്ങനെ ചെയ്തു. ലോകം എല്ലാവരും അയാള് വലിയൊരാളായില്ലേ. അയാൾക്ക് സെക്കൻഡാണ് കിട്ടിയത്. പക്ഷെ ഈ ഫ്രണ്ടിൽ പോയ ആൾക്കാട്ട് വലിയ ആളായിട്ട് മാറി. നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഓരോ നിമിഷവും സന്തോഷിക്കുക. പഠനം എന്ന് പറയുന്നത് സന്തോഷമായിട്ട് മാറ്റണം, എൻജോയ്മെന്റ് ആയിട്ട് മാറ്റണം. അതല്ലാണ്ട് കഷ്ടപ്പാടായിട്ട് മാറ്റി കഴിഞ്ഞാല് എല്ലാം കഷ്ടപ്പാടാണ്. പാട്ട് പാടുന്ന പോലെ അല്ലെങ്കിൽ കളിക്കുന്ന പോലെ ഇതായിട്ട് എടുക്കണം. കേട്ടോ മക്കളെ? ഓക്കെ ഓക്കെ, മനസ്സിലായെന്ന് വിചാരിച്ചു. ഓക്കെ മോളെ, എന്ത് തോന്നുന്നു? എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? സുഖമാണെന്ന് തോന്നണ്ടേ? സുഖമാണ്, നമുക്ക് സുഖമാണ്, എനിക്ക് സുഖമാണ്. സുഖമാണ്. കൊള്ളാം. മോള് ഏതിനാ പഠിക്കുന്നത്? എത്രയിലാ പഠിക്കുന്നത്? ഞാൻ ഇപ്പൊ 6th സ്റ്റാൻഡേർഡില് സർ. 6th സ്റ്റാൻഡേർഡിലാണ്. ഓ, ചെറിയ പ്രായത്തിൽ തന്നെ ഇതിലേക്കൊക്കെ വന്നില്ലേ. മിടുക്കികളായിട്ട് വരും കേട്ടോ. ലോകം അറിയുന്ന ആളുകളായിട്ട് മാറും. ചെറിയ ആളായ പോരാ കേട്ടോ. എല്ലാവരും പെർഫോമേഴ്സ് ആണ്. അതെ. ഓ ശരി. ഹായ് സർ. ഹായ്. പറയും മോളെ. മോളുടെ പേരെന്താണ്? അതിഥി. ഓക്കെ, പറയും മോളെ, പറയൂ. പ്രത്യേകിച്ച് ചോദിക്കാനല്ല, അമ്മയുടെ മൊത്തം നോക്കിയാണ്. എന്താ മോളെ? ഓക്കെ. ചോദിക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മോളെ, ആർക്കാ ഒരു പാട്ട് പാടിക്കൊടുക്കാൻ സാധിക്കുക സാറിന്? ആരാണത്? നമ്മുടെ അദ്ദേഹം മ്യൂസിക്കിന്റെ മേഖലയിലായതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാള് ചെറിയൊരു പാട്ട് സാറിന് പാടിക്കൊടുക്കണം. ആരാ റെഡി ആയിട്ടുള്ളത്? രശ്മിയ മോള് വന്നു. ഇഷ്ടമുള്ള പാട്ട് പാടി. ഓ യെസ്, പറഞ്ഞോളൂ. പാടി തുടങ്ങട്ടെ? തീർച്ചയായിട്ടും. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே, உன்னை என்னை பார்க்கையில் கவிதை தொட்டுது, அதை எழுதி நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, la 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 la. பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே, la 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 la. ഓക്കെ, ഗുഡ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ മോള് പേടിക്കാണ്ടല്ലേ പാടിയത്? ഇപ്പൊ ആണോ? തുറന്നു പറഞ്ഞോ, സത്യം പറഞ്ഞോ. ഇപ്പൊ ഒട്ടും പേടിയിലാണ്ടല്ലോ പാടിയത്, ആണോ? കേട്ടില്ല. അപ്പൊ ഇതുപോലെ തന്നെ പാടിയാ മതി കേട്ടോ. ഇവിടെ പ്രൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. മറ്റേ സ്ഥലത്ത് പ്രൈസ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഫസ്റ്റ് ആവുന്നത് കേട്ടോ. അപ്പൊ അപ്പനും അമ്മയും പറയേണ്ടതെന്ന് വെച്ചാൽ മോളെ നീ അറ്റൻഡ് ചെയ്യുക, പ്രൈസ് നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് കേട്ടോ. എല്ലാ ഓപ്പർച്യൂണിറ്റികളും ഉപയോഗിക്കുക. ബാക്കി പ്രൈസ് ഒന്നും അല്ല നമ്മുടെ പ്രശ്നം. ജീവിതത്തിൽ തോക്കുന്ന ആൾക്കാരാണ് പിന്നീട് ജയിച്ച് വരുന്നത്. അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആദ്യം ഫ്രണ്ടില് വലതുകാലായിരിക്കും, പിന്നീട് കുറച്ച് കഴിയുമ്പോ വലതുകാല് ബാക്കിലേക്ക് വരും, ഇടതുകാല് ഫ്രണ്ടിൽ വരും അല്ലേ. ഓക്കെ, സന്തോഷം. താങ്ക് യു വെരി മച്ച് സർ. ഇനി അലക്സ് പോൾ സാറിന് ഒരു നന്ദി പറയാൻ നമ്മുടെ കൂട്ടത്തിൽ ആരാണ് മുന്നിലേക്ക് വരുന്നത്? ഈ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം വന്ന് പ്ലീസ് ജാൻവി പ്രോഗ്രാമിൽ വന്ന് നമ്മളോടൊപ്പം ഇത്രയും നേരം അറ്റൻഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ ജീവിതങ്ങളെ പറഞ്ഞു തന്ന അലക്സ് പോൾ സാറിന് നന്ദി പറയാൻ ജാൻവിനെ ക്ഷണിക്കുന്നു. ഒരാൾ കൂടെ ചാൻസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ സാറ് ഈ ക്ലാസ് എടുത്തപ്പോ
സാറിന്റെ ജീവിതത്തിലുണ്ടായ തടസ്സങ്ങളും പിന്നെ ഉയർച്ചകളും സാർ ഇതിൽ ഉൾപ്പെടുത്തി. അത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനി ഞങ്ങൾക്ക് വരുന്ന ഞങ്ങളുടെ ഇതൊരു ജീവിതമാണ്. അപ്പൊ ജീവിതം എന്ന് പറയുമ്പോൾ തടസ്സങ്ങളും ഉയർച്ചകളും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് വരുന്ന തടസ്സങ്ങളെ അത് ഓവർകം ചെയ്യാനായിട്ട് സാറിന്റെ അഡ്വൈസ് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു. താങ്ക് യു സോ മച്ച് സർ. സർ ആ പറഞ്ഞോളൂ മോളെ. സത്യത്തില് ഞാനാണ് നിങ്ങൾക്ക് നന്ദി പറയേണ്ടത്. നിങ്ങളെ പോലെയുള്ള മിടുക്കികളായുള്ള അടുത്ത തലമുറയിലെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ കേട്ടോ. താങ്ക് യു സർ. പറഞ്ഞോളൂ. മോള് പറഞ്ഞോളൂ. അത് മതി. അത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? താങ്ക് യു. അത് മതി. സാറിന്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് താങ്ക് യു. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി. താങ്ക് യു സർ. ഓക്കെ, സന്തോഷം മോളെ, സന്തോഷം. താങ്ക് യു സർ. അപ്പൊ ഈ പ്രോഗ്രാമിൽ, നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം വന്ന് സഹകരിച്ച അലക്സ് പോൾ സാറിന് ഇത് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് തന്നു. അടുത്തൊരു തവണ വീണ്ടും നമുക്ക് അലക്സ് പോൾ സാറിനെ കൊണ്ടുവരാം. അപ്പോഴേക്കും നമ്മളൊക്കെ ഉഷാറായിട്ട് നമ്മൾ ഇരിക്കണം അല്ലെ? അടിപൊളി നമ്മുടെ സ്റ്റേജ് മുഴുവൻ ഒരു 100 പേരായിട്ട് നമുക്ക് ഇരുന്ന് അലക്സ് പോൾ സാറിന്റെ വാക്കുകൾ കേൾക്കണം കേട്ടോ. അപ്പോ നിങ്ങളെല്ലാവരോടും ഒന്നുകൂടെ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.